ജയ ഹനുമാൻ ജ്ഞാനഗുണസാഗര ജയ കപീസതിഹും ലോക ഉജാഗര. ഇതിൻ്റെ അർത്ഥം, അല്ലയോ ഹനുമാൻ, ജ്ഞാനത്തിൻ്റെ സർവഗുണങ്ങൾക്കും സാഗരമായിരിക്കുന്ന അവിടുന്ന് വിജയിച്ചാലും വാനരന്മാർക്കൊക്കെയും നായകനായ അവിടുന്ന് ത്രിലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനായി എന്നെന്നും വിജയിച്ചാലും. ഹനുമാൻ അറിവിൻ്റെ പ്രതീകമാണ്. അറിവിൻ്റെയും ഉത്കൃഷ്ടമായ ഗുണങ്ങളുടെയും സമുദ്രമായ ഹനുമാൻ സ്വാമിക്ക് ജയം. 3 ലോകങ്ങളിലും കീർത്തി പരന്ന വാനരന്മാരുടെ അധിപനായ അവിടത്തേക്ക് ജയം. ഹനുമാൻ കേവലം ശക്തിയുടെ മാത്രമല്ല, അറിവിൻ്റെ വിവേകത്തിൻ്റെയും പ്രതീകമാണ്. സമുദ്രം പോലെ അഗാധമാണ് ശ്രീ ഹനുമാൻ സ്വാമിയുടെ ഗുണങ്ങളും. ജ്ഞാനം എന്നാൽ ലൗകികമായ അറിവ് മാത്രമല്ല, അത് ആത്മീയമായ ഒരു തിരിച്ചറിവ് കൂടിയാണ്. ഹനുമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം മുറിഞ്ഞ താടിയല്ലോട് കൂടിയവൻ എന്നാണ്. നന്നേ കുട്ടിയായിരിക്കുമ്പോൾ സൂര്യനെ കണ്ട് പാകമായ ഏതോ പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് ആകാശത്തേക്ക് കുതിക്കുകയും അവിടെ വെച്ച് ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് ഹനുമാനെ ആഞ്ഞുവെട്ടുകയും അങ്ങനെ ഹനുമാൻ്റെ താടിയിൽ ആഴത്തിൽ മുറിവേറ്റു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹനുമാൻ എന്ന പേര് വന്നത്. ഭഗവാന്റെ കായബലം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്നാൽ കായബലം മാത്രമായിരുന്നില്ല, ജ്ഞാനം കൊണ്ടും അദ്ദേഹം വളരെ ശക്തനായിരുന്നു. കപീശൻ എന്നത് വാനരന്മാരുടെ ഈശ്വരൻ എന്നതിലുപരി മനസ്സാകുന്ന വാരനെ നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥവും നൽകുന്നുണ്ട്. സ്വർഗം, ഭൂമി, പാതാളം എന്നീ 3 ലോകങ്ങളിലും ഹനുമാന്റെ തേജസ് വ്യാപിച്ചു കിടക്കുന്നു. ഭക്തന്റെ ഉള്ളിലുള്ള തമസിനെ മാറ്റി പ്രകാശം പരത്തുന്ന ചൈതന്യമായാണ് ഹനുമാനെ ഇവിടെ വന്ദിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ ഹനുമാനെ ആദ്യമായി കണ്ടുമുട്ടിയ അവസരത്തിൽ അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്, ശ്രീ ഹനുമാൻ സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല, ഭഗവാന് സാധാരണമായ ഒരു വ്യക്തിത്വമല്ല ഹനുമാൻ സ്വാമിയുടേത് എന്ന്. ഹനുമാന്റെ സംസാരത്തിൽ വളരെ ആകൃഷ്ടനായിരുന്നു ശ്രീരാമചന്ദ്രൻ. അത്രമേൽ സ്പഷ്ടവും പാണ്ഡിത്യം നിറഞ്ഞ സംസാരമായിരുന്നു. അതുപോലെ അത്യധികം വിനയാന്വിതനും ആയിരുന്നു. സദ്ഗുണങ്ങളോട് ചേരാത്ത ജ്ഞാനം, അതായത് സദ്ഗുണങ്ങൾ ഇല്ലാതിരുന്ന ജ്ഞാനം കൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല. അത് വളരെ അപകടകരമാണ്, വിനാശകരവുമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു രാവണൻ. എന്നാൽ അതിന് നേരെ വിപരീതമായാണ് ഹനുമാൻ നിൽക്കുന്നത്. വിനയം, സേവനം, ധൈര്യം, അനുകമ്പ, ഭക്തി, നിസ്വാർത്ഥത തുടങ്ങി എല്ലാ വരിഷ്ഠ ഗുണങ്ങളുടെയും സ്വരൂപമാണ് ഹനുമാൻ. അതുകൊണ്ട് ശ്രീ തുളസീദാസ് 3 ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നവൻ എന്ന് ഹനുമാനെ പ്രശംസിക്കുന്നത്. സ്വന്തം സാന്നിധ്യം കൊണ്ട് അദ്ദേഹം എല്ലാവിടെയും പ്രഭ ചൊരിയുന്നു. നമ്മളെന്നും വിനീതനായിരിക്കുക. അറിവ് കിട്ടും തോറും നമ്മൾ വിനീതരാവുക. രാമധൂത അതുലിത ബലധാമ അഞ്ജനിപുത്ര പവനസുത നാമ. ഇതിൻ്റെ അർത്ഥം, അങ്ങ് ശ്രീരാമൻ്റെ ദൂതനാണ്, സമാനതകളില്ലാത്ത ശക്തിയുടെ നിധാനമാണ്, അഞ്ജനിപുത്രൻ, പവനസുതൻ എന്നീ പേരുകളിൽ പ്രശസ്തനാണ്. ശ്രീരാമൻ്റെ ദൂതനും അളവറ്റ കരുത്തിൻ്റെ ഇരിപ്പിടവുമായ ഹനുമാനെ വന്ദിക്കുന്നു. ഇതാണ് ആദ്യം പറയുന്നത്. അഞ്ജനാദേവിയുടെ പുത്രൻ എന്നും പവനപുത്രൻ എന്നും അവിടുന്ന് അറിയപ്പെടുന്നു. അളക്കാൻ കഴിയാത്ത ശക്തിയുടെ കേന്ദ്രമാണ് ഹനുമാൻ. അതുകൊണ്ടാണ് അവിടത്തെ അതുലിത ഫലധാമ എന്ന് വിളിക്കുന്നത്. രാമദൂതൻ എന്ന പദവി അവിടത്തെ വിശ്വസ്തതയും സമർപ്പണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹനുമാൻ സ്വാമി എപ്പോഴും അങ്ങ് ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ അന്നെല്ലാം പറയുന്നത് ഞാൻ ശ്രീരാമൻ്റെ ദൂതനാണ് എന്നാണ്. എപ്പോഴും അദ്ദേഹം അതുമാത്രമേ പറയാറുള്ളൂ. തൻ്റെ മഹത്വത്തിന് അടിസ്ഥാനം തൻ്റെ ബലമോ വീര്യമോ ഒന്നുമല്ല എന്നാണ് അദ്ദേഹം എപ്പോഴും പറയുക. ഭഗവാൻ
ഭഗവാനോടുള്ള ഭക്തി, ശ്രീരാമചന്ദ്രനോടുള്ള ഭക്തിയും സ്നേഹമാണ് അദ്ദേഹത്തിന് കാണിക്കാനുള്ളത്. അതാണ് അദ്ദേഹം പറയാറുമുള്ളത്. രാമൻ്റെ ദൂതൻ, രാമൻ്റെ ദൂതനാണ് താനെന്നാണ് എന്നും പറയാറുള്ളത്. സമാനതകളില്ലാത്ത ബലത്തിനുടമയാണ് ഹനുമാൻ. പർവ്വതങ്ങളെ തോളിലേറ്റി ലങ്ക മുഴുവനും പിടിച്ചുകുലുക്കി അതിശക്തമായ വമ്പൻ രാക്ഷസ സേനയോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി. അത്രമേൽ വലുതാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. എന്നാൽ അതൊരിക്കലും സ്വാർത്ഥലാഭത്തിനായിട്ട് ശ്രീ ഹനുമാൻ ഉപയോഗിച്ചിട്ടില്ല. ഹനുമാൻ സ്വാമി അതൊരിക്കലും സ്വാർത്ഥലാഭത്തിനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിഭാവം എന്ന് പറയുന്നത്, വ്യക്തിബോധം എന്ന് പറയുന്നത് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നതാണ്. ശ്രീരാമൻ്റെ കൂടെ ഒരു നിഴലെന്നോണം എന്നും ഹനുമാൻ ഉണ്ടായിരുന്നു. അവിടുന്ന് എല്ലായ്പ്പോഴും രാമസേവനത്തിനായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. അഞ്ജനീപുത്രൻ എന്നത് അവിടുത്തെ ഭൗതികമായ ജനനത്തെയും പവനസുതൻ എന്നത് അവിടുത്തെ പ്രാണസ്വരൂപത്തെയും കാണിക്കുന്നു. വായുദേവന്റെ അനുഗ്രഹം ഹനുമാന് വേഗതയും സർവ്വവ്യാപിയുമായ ചൈതന്യം നൽകുന്നു. ശ്രീരാമന്റെ സന്ദേശം വഹിക്കുന്നവൻ എന്ന നിലയിൽ ഭക്തനും ഭഗവാനും ഇടയിലുള്ള ഒരു പാലമായാണ് ഹനുമാൻ സ്വാമി നിൽക്കുന്നത്. അഞ്ജനയിൽ നിന്ന് പിറന്നവൻ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആഞ്ജനേയൻ, അഞ്ജനീപുത്രൻ എന്നൊക്കെ പറഞ്ഞിരുന്നത്. വായു ഭഗവാന്റെ വിശേഷാൽ അനുഗ്രഹങ്ങൾ സിദ്ധിച്ചവനാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ പരിശുദ്ധിയുടെയും സേവനത്തിൻ്റെയും കൂർമ്മബുദ്ധിയുടെയും പ്രതീകമാണ്. അഞ്ജനയിൽ നിന്നും ഭക്തിയും വിനയവും പാരമ്പര്യമായി തന്നെ കിട്ടി. വായു ഭഗവാനിൽ നിന്നാണെങ്കിൽ ഒരിക്കലും തളരാത്ത സേവന മനോഭാവവും സാക്ഷാൽ മഹാദേവൻ തന്നെ അളവറ്റ ബലവും ധൈര്യവും ഹനുമാന് വരമായി നൽകി. ഇപ്രകാരം ഹനുമാൻ ഭഗവാനായി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട അതുല്യമായ ബലവീര്യങ്ങളുടെ പ്രതീകമായി തല ഉയർത്തി നിൽക്കുകയാണ്. മഹാബീര വിക്രമ ബജ്രംഗി കുമതി നിവാര സുമതികേ സംഗി. ഇതിൻ്റെ അർത്ഥം, അല്ലയോ മഹായോദ്ധാവേ, അങ്ങ് വജ്രതുല്യം ശക്തിയുള്ളവനാണ്. മനസ്സിൽ പൊന്തിവരുന്ന ദുഷ്ചിന്തകളൊക്കെയും അവിടുന്ന് അകറ്റുന്നു. എപ്പോഴും വിവേകമുള്ളവരോടൊപ്പം നടക്കുന്നു. ഇതാണ് ഇതിൻ്റെ സാമാന്യമായ അർത്ഥം. നമുക്ക് വിശദീകരണം നോക്കാം. ഹനുമാൻ മഹാവീരനാണ്, മഹായോദ്ധാവാണ്. ഭയത്തിൻ്റെ അഭാവമല്ല, ധൈര്യം. ഭയത്തിന് കാരണമുണ്ടായിട്ടും അതിനെ മറികടന്ന് പൊരുതുവാനുള്ള ധീരതയാണ് നമുക്കൊക്കെ വേണ്ടത്. ഹനുമാന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഈ അപൂർവമായ ഗുണം പ്രദർശിപ്പിക്കുന്നുണ്ട്. കർമ്മം കൊണ്ട് വിക്രമനാണ്, മനസ്സുകൊണ്ട് നിർഭയനുമാണ്. ഇന്ദ്രന്റെ വജ്രായുധത്തിന്റെ സമാന ശക്തിയുള്ളവനാണ്. അതിനെ ആർക്കും ഖണ്ഡിക്കാനോ തടയാനോ സാധിക്കുകയുമില്ല. ഹനുമാന്റെ ബലം സർവദാ വിജയിക്കുന്നു. എന്നാൽ തൻ്റെ അതുല്യ ശക്തിക്ക് മാത്രമല്ല, മഹത്വത്തിനും ഹേതു അജ്ഞതയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഹനുമാന്റെ ശക്തി. അജ്ഞതയെ നീക്കി അവിടെ നല്ലത് കൊണ്ടുവരുന്നു. ഭഗവാൻ നമ്മുടെ ദുഷ്ടചിന്തകളെയൊക്കെ മാറ്റി നമുക്ക് ആത്മീയമായൊരു വെളിച്ചം, ആത്മീയമായൊരു വിവേകം തരുന്നു. കുമതി നിവാരകൻ എന്നാണ് സന്ത് തുളസീദാസ ഹനുമാനെ വിശേഷിപ്പിക്കുന്നത്. മനസ്സിലെ ദോഷചിന്തകളൊക്കെയും അധാർമിക മൂല്യങ്ങളെയും തെറ്റായ ധാരണകളെയും അകറ്റുന്നവനാണ് പവനപുത്രൻ. ഹനുമാൻ സ്വാമി എപ്പോഴും സുമതികളുമായി ചേർന്ന് നിൽക്കുന്നു. എന്ന് വെച്ചാൽ വിവേകമുള്ളവരുമായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. സച്ചിന്തകളും സാത്വിക മൂല്യങ്ങളുമുള്ള ശുദ്ധഹൃദയരാണ് ഈ സുമതികൾ എന്ന് പറയുന്നത്. ഹനുമാന്റെ അനുഗ്രഹം വഴി വിവേകം ഉണ്ടാകും. ശ്രേഷ്ഠമായതിനെ സ്വീകരിക്കാനും നികൃഷ്ടമായതിനെ നിരാകരിക്കാനുമുള്ള ശേഷി നമുക്ക് പ്രദാനം ചെയ്യുന്നു. പിന്നെ അവിടുന്ന് ബജ്രംഗിയാണ്. ബജ്രംഗി എന്ന് പറഞ്ഞാൽ അത്യധികം ശക്തിയുള്ളവനാണ്. ഇടിമിന്നലിനോടൊത്ത ശരീരമുള്ളവൻ. അതേസമയം ഹൃദയം അതീവ മൃദുലവും അനുകമ്പാപൂർണവുമാണ്. ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ ഉന്മൂലനം ചെയ്യുന്നവനാണ്. ബാഹ്യമായി മാത്രമല്ല, ആന്തരികമായും അവിടുന്ന് നന്മകളെ സദാ രക്ഷിച്ചു കൊണ്ടുവരുന്നു. ഹനുമാനെ ഭജിക്കുക എന്നതിനർത്ഥം ബലവും ധൈര്യവും ധാർമ്മികതയും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുക എന്നാണ്. നമ്മുടെ
മനസ്സിലൊക്കെ എന്ത് ദോഷചിന്തകളാണ് ഏറ്റവും അധികം അലട്ടുന്നത്? നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഭയന്നിരിക്കുന്നത്? നമുക്ക് എപ്പോഴൊക്കെ സച്ചിന്തകളിലൂടെ നമ്മൾ പോകുന്നുണ്ട്? നമുക്ക് സച്ചിന്തകൾ പുലർത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇതൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്.